നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണല്ലോ അടുക്കള. എന്നാൽ അടുക്കള വൃത്തിയാക്കാൻ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെ രോഗങ്ങളുടെ കലവറയായാലോ. പറഞ്ഞു വരുന്നത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകളെ കുറിച്ചാണ്. വീടുകളിൽ പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കിച്ചൺ സ്പോഞ്ചുകൾ. എന്നാൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുക്കളയിലെ സ്പോഞ്ചുകൾ ദോഷകരമായ ബാക്ടീരിയകളുടെ കലവറയാണെന്നും അവ ഒരു സൈലന്റ് കില്ലർ പോലെ പ്രവർത്തിക്കുമെന്നുമാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. മാംസമോ പച്ചക്കറികളോ സൂക്ഷിച്ച പാത്രങ്ങൾ കഴുകുമ്പോൾ അവയിലെ രോഗകാരികളായ ബാക്ടീരിയകളെ സ്പോഞ്ച് വലിച്ചെടുക്കും. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകൾ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ അത് മറ്റു പാത്രങ്ങളിലേക്കും അടുക്കളയിലെ മറ്റു പ്രതലങ്ങളിലേക്കും ബാക്ടീരിയകളെ പടർത്താൻ കാരണമാകും. ഇത്തരം ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അണുബാധകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അടുക്കളയിലെ സ്പോഞ്ചുകൾ എപ്പോഴും നനഞ്ഞതും ഭക്ഷണാവശിഷ്ടങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതുമാണ്. ഇതാണ് ബാക്ടീരിയകൾക്ക് വളരാൻ അനുയോജ്യമായ വളമായി മാറുന്നത്. സ്പോഞ്ചുകൾ ദിവസത്തിൽ പലതവണ ഉപയോഗിക്കുന്നതിനാലും അതെപ്പോഴും ഈർപ്പമുള്ളതായതിനാലും അണുക്കൾ വളരെ വേഗത്തിൽ പെരുകും. ഉപയോഗിച്ച ഒരു കിച്ചൺ സ്പോഞ്ചിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാകാം. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷം അണുക്കളെ വേഗത്തിൽ വളരാൻ അനുവദിക്കും. ഒരു സ്പോഞ്ച് കൃത്യമായി വൃത്തിയാക്കുകയോ മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ അത് അണുക്കളെ നീക്കം ചെയ്യുന്നതിന് പകരം കൂടുതൽ പടർത്താനും കാരണമാകും. പലരും സ്പോഞ്ചുകൾ അണുവിമുക്തമാക്കാൻ അത് മൈക്രോവേവ് ചെയ്യുകയോ തിളച്ച വെള്ളത്തിൽ ഇടുകയോ ചെയ്യാറുണ്ട്. ഈ രീതികൾ ബാക്ടീരിയകളെ കുറയ്ക്കുമെങ്കിലും എല്ലാ അണുക്കളെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചൂട് വലിയൊരു വിഭാഗം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കും. എന്നാൽ സ്പോഞ്ച് അമിതമായി അഴുക്കുള്ളതാണെങ്കിൽ ചില ബാക്ടീരിയകൾ അതിജീവിച്ചേക്കാം. ഉപയോഗം അനുസരിച്ച് 1-2 ആഴ്ച കൂടുമ്പോൾ പഴയ സ്പോഞ്ച് മാറ്റി പുതിയത് ഉപയോഗിക്കണം. സ്പോഞ്ചിൽ നിന്ന് ദുർഗന്ധം വരികയോ അത് പഴകിയതായി തോന്നുകയോ ചെയ്താൽ തീർച്ചയായും സ്പോഞ്ച് കളയണം. മിക്കവാറും സന്ദർഭങ്ങളിൽ വൃത്തിഹീനമായ അടുക്കള ഉപകരണങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയകൾ ഛർദി, വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന പോലുള്ള നേരിയ തോതിലുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാവും. എങ്കിലും അപൂർവം ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് പ്രായമായവർ, കുട്ടികൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിൽ ഈക്കോളി അല്ലെങ്കിൽ സാൽമോണല്ല പേരുള്ള ബാക്ടീരിയകൾ മൂലമുണ്ടാകാനുള്ള അണുബാധകൾ വൃക്കകൾ പോലുള്ള അവയവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കും നയിക്കാം. അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക, പാത്രം കഴുകുന്ന സ്പോഞ്ചുകൾ കൃത്യസമയത്ത് മാറ്റുക, ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമായ രീതികൾ പിന്തുടരുക എന്നിവയിലൂടെ ഈ അപകട സാധ്യത വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും.